തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നും വാങ്ങിയ ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയതായി പരാതി. മേമല ഉരുളുകുന്ന് സ്വദേശിനി വസന്തയാണ് പരാതി നൽകിയത്. ഇവർ ബുധനാഴ്ചയാണ് ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ക്യാപ്സ്യൂൾ നിർമ്മിച്ച കമ്പനിയിൽ നിന്നും വിശദീകരണം തേടുമെന്ന് ഹെൽത്ത് സർവീസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു അറിയിച്ചു. സ്വാന്തന സാജു വിശദാംശങ്ങൾ നൽകും. സ്വാന്തന, ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുമ്പാണ് ഈ മുട്ടുസൂചി കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ നൽകിയ പരാതി എന്താണ്? സൈഫുദ്ദീൻ, തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് നൽകിയ ഗുളികയിലാണ് ഇത്തരത്തിൽ ഈ ടാബ്ലറ്റിനുള്ളിൽ നിന്ന് ചെറിയ മുട്ടുസൂചി കണ്ടെത്തി എന്നുള്ള ഒരു പരാതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മേമല ഉരുളുകുന്ന് സ്വദേശിനിയായ വസന്തയാണ് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട DMOയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇവർ പറയുന്ന ഒരു കാര്യം, ഇവർ ബുധനാഴ്ച ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരം വിതുരയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു. അവിടുത്തെ ഡോക്ടറെ കാണുമ്പോൾ അവരെടുത്ത് 4 ടാബ്ലറ്റ് ഡോക്ടർ കുറിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഈ 4 ടാബ്ലറ്റും വാങ്ങി അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. വീട്ടിൽ പോയി 2 ദിവസം ഇവർ ഈ ടാബ്ലറ്റുകളെല്ലാം കഴിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ ഗുളിക കഴിക്കാനായി എടുത്തപ്പോൾ അതിലൊരു ഗുളികയാണ് ഇവർ പറയുന്ന സീമോക്സ് എന്ന് പറയുന്ന ഗുളിക കഴിക്കാനായി എടുത്തപ്പോഴേക്കും ആ ഗുളിക അതൊരു ആന്റിബയോട്ടിക് രീതിയിലുള്ള ഒരു ഗുളികയാണ്. അതിലിങ്ങനെ അവർ അമർത്തി നോക്കുമ്പോൾ അത് അങ്ങനെ അമരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊരു സംശയം തോന്നി, ഗുളികയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം തോന്നി. അങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് ഈ ചെറിയ മുട്ടുസൂചി പോലെ ഒരു സാധനം അതിൽ നിന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സംഭവത്തിൽ അവർ പരാതി നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഇവർ ആദ്യമായി അല്ല ഗുളിക കഴിക്കുന്നത്. ഈ ബുധനാഴ്ചയും അതിനുശേഷം വ്യാഴാഴ്ചയും ഇവർ ഓരോ ഗുളിക കഴിച്ചിരുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലൊരു മുട്ടുസൂചി ഉണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷം അവർ മറ്റ് ഗുളികകൾ കൂടി പൊട്ടിച്ചു നോക്കി. അപ്പോൾ ഇതിന് ശേഷം പൊട്ടിച്ച ഗുളികയിലും അത്തരത്തിൽ ചെറിയ മുട്ടുസൂചി പോലെ ഒരു വസ്തു അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ വയറുവേദന ഉണ്ട് എന്ന് പറയുകയും പിന്നീട് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ അടക്കമുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും മറ്റു കുഴപ്പങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് സർവീസ് അഡീഷണൽ ഡയറക്ടർ ഷിനു ഈ വസന്തയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ മുട്ടുസൂചിയും ക്യാപ്സ്യൂളും വിശദമായ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പ്രാഥമിക തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.